തുമ്പി, ഓടാത്തെ തുമ്പി, തുമ്പി, ചേട്ടനെ പിടിക്കാൻ പറ്റുമോ നോക്ക്. തുമ്പി ഓടാതെ പൊന്നെ, നീ വീഴും. തുമ്പി വീഴത്തില്ല, തുമ്പി സ്ട്രോങ്. അയ്യോ, തുമ്പി പറഞ്ഞതല്ലേ ഓടിയ വീഴുന്ന. വേദനിക്കുന്നു. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. വാ, മരുന്ന് വെച്ചുതരാം. ഇനി തുമ്പിപ്പനെ കുറുമ്പ് ഒന്നും കാണിക്കത്തില്ല. ഇനി കുറുമ്പ് കാണിച്ചാ ഞാൻ ആ യക്ഷിക്കൊന്നു കൊണ്ടുപോയിടും. അയ്യോ വേണ്ട, തുമ്പിപ്പന് നല്ലല്ലേ. ഞാൻ പോവില്ല, ഞാൻ പോവൂല, ഞാൻ വരില്ല, ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ. തുമ്പി, ആ ചേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. തുമ്പി ഇങ്ങോട്ട് നോക്കിക്കേ. തുമ്പി പോയി വലിയ മിടുക്കിയ കുട്ടിയായിട്ട് വരണം. തുമ്പിയെ കാത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും. തുമ്പി അപ്പയുടെ അമ്മയുടെയും കൂടെ പോ. പച്ചേട്ടൻ പറഞ്ഞ തുമ്പി അനുസരിക്കില്ലേ? തുമ്പി തിരിച്ചു വരുമ്പോ പച്ചേട്ടൻ തുമ്പിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി വെക്കാം. ഉറപ്പാണോ? ഉറപ്പ്. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയല്ലോ. ഇവിടുത്തെ എവിടെ പോയി കിടക്കുക? സുമിത്രേ, നിനക്ക് ഇതുവരെ ഇറങ്ങാനായില്ലേ? ഞാൻ എപ്പോഴും ഇറങ്ങി കേശവേട്ടാ. നിങ്ങളെ മക്കളെ കുത്തിപ്പൊക്കാൻ എത്ര ടൈം? ഇതുവരെ അവരെണീറ്റോ? നിങ്ങളെ കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കഷ്ടപ്പാടൊന്നും മനുഷ്യനില്ല. അവരിതുവരെ ഒരുങ്ങിയില്ലേ? എണീറ്റാലല്ലേ ഒരുങ്ങുന്നേ. കാർത്തിക് ആണെങ്കിൽ ഇപ്പൊ വന്ന് ലേറ്റ് ആയിട്ടാ വീട്ടിലേക്ക് എത്തുന്നത്. അവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ കഫേ ഞാൻ പൂട്ടും. പിന്നെ നിങ്ങളെ പുന്നാര മകള് കീർത്തി ആണെങ്കിൽ രാത്രി മൊത്തമുള്ള ഡ്രാമയോ സീരീസോ എന്തൊക്കെയോ കുത്തിരുന്ന് കാണും. എന്നിട്ട് രാവിലെ കിടന്നുറങ്ങും. പിന്നെ എങ്ങനെ എണീക്കാനാ രാവിലെ? അയ്യോ എൻ്റെ മാതാശ്രീ, ഞാൻ വന്ന് ഇനി ദയവ് ചെയ്താ വായ ഒന്ന് പൂട്ടിക്കേ. നിങ്ങൾക്കൊക്കെ പിന്നെ എൻ്റെ വായ അടുപ്പിക്കാനാണല്ലോ ഇഷ്ടം. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അത് കുറ്റം. നിങ്ങൾ അച്ഛനും മക്കളും എന്താന്ന് വെച്ചാൽ ആയിക്കോ. സുമിത്രേ, നല്ല കാര്യത്തിന് പോവാ. വെറുതെ എൻ്റെ വായിലിരിക്കുന്നതും കൂടി നീ കേൾക്കാൻ നിൽക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഏട്ടൻ എവിടെടി? അവൻ ഇതുവരെ ഇറങ്ങാനായിട്ടില്ലേ? അവൻ എൻ്റെ പിന്നാലുണ്ടായിരുന്നല്ലോ, ഇതുവരെ എത്തിയില്ലേ? നിങ്ങൾ ഇതാരെ കാത്തു നിൽക്കുക? ഇറങ്ങുന്നൊന്നുമില്ലേ? ഇത്ര നേരം കാത്തു നിന്നതേ നിന്നെയാ. എന്നെ എന്തിനാ കാത്തു നിൽക്കുന്നേ? ഞാൻ ബൈക്കിലാ വരുന്നേ. നിങ്ങൾക്ക് അങ്ങ് പൊക്കൂടെ? അതെന്തിനാടാ? നിങ്ങൾക്ക് ഞങ്ങളോട് വന്നൂടെ? ബൈക്കൊന്നും എടുക്കണ്ട, നമുക്ക് ഒപ്പരം പോയിട്ട് വരാം. അമ്മ അതല്ല, നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വരിക? എനിക്കാണെങ്കിൽ കഫേയിൽ പോകാനുണ്ട്. അപ്പം തൊഴുതിട്ട് ഞാൻ വേഗം ഇറങ്ങും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് നേരെ ആ കഫേയിൽ പറ്റെടുക്കാം. എൻ്റെ ഷോപ്പ് പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരും നോക്കും എൻ്റെ അമ്മയെ. ഇനി ഓരോന്ന് പറഞ്ഞൊന്ന് ലേറ്റ് ആവണ്ട. കാർത്തി, നീ കീർത്തിനും കൂടി കൂട്ടിക്കോ. അപ്പാ ഞാൻ എന്തിനാ ഇവന്റെ കൂടെ വരുന്നത്? ഞാൻ നിങ്ങളെ കൂടെ വരാം. വേണ്ട വേണ്ട, നീ അവൻ്റെ കൂടെ വന്നില്ലെങ്കിലേ അവൻ അമ്പലത്തും കൂടി കയറാണ്ട് നേരെ കഫേയിലേക്ക് വിട്ടോളും. ആ അത് ശരിയാ, നീ അവന്റെ കൂടെ വന്നാൽ മതി മോളെ. ഓ എനിക്ക് മതിയേ അമ്മ, ഞാൻ റൂമിലേക്ക് പോവാ. ഇനി ഡ്രാമ കൂമാന്ന് പറഞ്ഞിട്ട് ഉറക്കം വെച്ചിരിക്കാൻ നിൽക്കണ്ട. ഉറക്കം വെച്ചിട്ട് അവളുടെ കണ്ണിൻ്റെ അടിയൊക്കെ ഇപ്പോൾ ഒരുമാതിരിയായി കിടക്കുക. വന്നാന്ന് ഇവളെ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കണ്ടില്ല അവളുടെ ഒരു ദേഷ്യം. പറഞ്ഞത് ഇഷ്ടമായിട്ടില്ല അവക്ക്. അതിനാർക്കാ ഇഷ്ടമായത്? നീ എന്തിനീ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അവളോട് ചൂടായിട്ട് സംസാരിക്കുന്നേ? ഒന്ന് മയത്ത് പറഞ്ഞ അവൾ കേൾക്കൂലേ? അവസാനം കുറ്റം മൊത്തം എൻ്റെ തലയിലാണല്ലോ. എന്തെങ്കിലും ചെയ്യ. ആ കേശവേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മൾ മോള് പോയ സമയത്തെ ഞാൻ ജാനകീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പം നാട്ടിൽ വന്നിട്ട് കുറേ ആയല്ലോ. കാണണം എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷെ ഓരോ തിരക്ക് കാരണം അതങ്ങ് വിട്ടും പോവും. ജാനകി പറഞ്ഞു ഒരു ദിവസം മക്കളെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. നമുക്കൊരു ദിവസം എന്തായാലും പോവാ. അല്ല, കാർത്തി ഇതുവരെ എത്തിയിട്ടില്ലേ? എവിടുന്ന്? അവനാ കഫേ തന്നെയല്ലേ. ഇനി എന്നാണാവോ ഇവിടുന്ന് ഈ കട്ടിലെടുത്ത് അവിടെ കൊണ്ടിടുകയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിനെക്കാട്ടും ഭേദം അത് തന്നെയാ അവനവിടെ കിടക്കുന്നത്. നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവർക്ക് ഇത്ര ഇറിറ്റേഷൻ ആവുന്നേ. അതൊന്ന് മനസ്സിലാക്കി നീ സംസാരിക്കുക അവരുടെ അടുത്ത്. അമ്മ, ഞാൻ കുളിച്ചിട്ട് വരാവേ. ഫുഡ് എടുത്ത് വെക്കൂട്ടോ. നീ അല്ലേ ലേറ്റ് ആവുന്ന പറഞ്ഞേ? ഇപ്പൊ ഞാൻ നേരത്തെ വന്നതാണോ പ്രശ്നം? എടാ ഞാൻ ചോദിച്ചേ ഉള്ളൂ, നീ എന്തിനാ ചാടി കളിക്കാൻ നിൽക്കുന്നേ? എടാ കാർത്തി, എന്താ വെച്ചാ? എടാ, നീ നാളെ ഫ്രീ ആണോ? ഫ്രീ ഒക്കെ തന്നെയാ. എന്തുവാ? എടാ, അശ്വിൻ കുറച്ച് ദിവസത്തേക്ക് ലീവാ. അപ്പം നീ ഒന്ന് മനസ്സിലായി. ഇപ്പം ഇത് വന്നൊരു ശീലാക്കുന്നുണ്ടല്ലോ. ഞാൻ വരാം.
എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? ഓക്കെ. മോഡൽ ഇതുവരെ എത്തിയിട്ടില്ലേ? ഇപ്പം വരും സാർ, ഒരു മിനിറ്റ്. മാലയല്ലവാ നല്ല നേരമല്ലവാ ഇന്നും വാനം பார்த்த ഭൂമി പോലെ വാഴലാകുമാ പാട്ട് പാടവാ பார்த்து பேசவா பாடம் சொல்லவா பறந்து செல்லவா பால் நிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா பாட்டு பாடவா பார்த்து பேசவா பாடம் சொல்லவா பறந்து செல்லவா. സാർ, കാർത്തി സാർ, ആ ആ സ്റ്റാർട്ട് ചെയ്യാം. ആ ഓക്കെ ഓക്കെ. பாட்டு பாடவா பார்த்து பேசவா பாடம் சொல்லவா பறந்து செல்லவா பால் நிலாவை போல வந்த பாவை அல்லவா நானும் பாதை ഇവനിതവിടെ പോയി? காளை அல்லவா. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുന്നത് അത്ര നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ഏത് ആംഗിളിലാണ് ബെസ്റ്റ് നോക്കിയതാ. എന്നിട്ട് ഏത് ആംഗിളാണ് ബെസ്റ്റ് എന്ന് കിട്ടിയോ? എല്ലാ ആംഗിളും പെർഫെക്റ്റാ. ഐ എം ജീവ. ബൈ ദ വേ, വാട്ട്സ് യുവർ സ്വീറ്റ് നെയിം ബേബ്? ആ കാർത്തിക് ജീവ. സോറി, കാർത്തിക് കേശവ്. കാർത്തിക് ജീവ. എനിക്ക് കാർത്തിക് ജീവിയാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. എന്താ? യുവർ നെയിം ഇസ് ജസ്റ്റ് ആസ് ഹോട്ട് ആസ് യു. ഷോർട്ടിന് ടൈമായി. അയ്യോ പോവല്ലടോ. കാർത്തിക് ജീവ. എടാ മതിയാക്കടാ. നീ ആ ചെക്കനെ പൂറ്റി കുടിക്കല്ലോ. നല്ല ചൂട്. ഈ എ സിയിൽ നിനക്ക് ചൂടായിട്ട് ഫീൽ ചെയ്യും. അതവൻ എൻ്റെ അടുത്തുണ്ടായിരുന്നോടാ. നീ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ല്. അവൻ ആരാന്ന് നിനക്കറിയൂ. നീ ആരാന്നറിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഈ ഫ്ലർട്ട് ചെയ്തേ. അവൻ ആരെങ്കിലും ആയിക്കോട്ടെ. അറ്റ് ലാസ്റ്റ് ഹി വിൽ ബി മൈൻ. ബെസ്റ്റ്. ഫോർ ഇൻഫോർമേഷൻ, അവൻ്റെ നെയിം കാർത്തിക് കേശവ്. മനസ്സിലായില്ല? കേശവ് സാറിൻ്റെ മോനാണ് അവൻ. സോ വാട്ട്? അവൻ പൂച്ച പൊട്ടിയൊന്നുമല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. അപ്പം അവൻ ആരുടെ മകനായ എനിക്കെന്താ? നീ എന്തോ ഈ പറയുന്നേ? എടാ അവൻ സ്ട്രെയിറ്റ് ആണ്. അവൻ ഒരുപാട് പെൺകുട്ടികളെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഇവിടുത്തെ വേറൊരു മോഡലില്ലേ ജെനിഫർ, അവളാ അവൻ്റെ ലേറ്റസ്റ്റ് എക്സ്. ഇതുവരെ അവൻ ആരൊക്കെ ഡേറ്റ് ചെയ്തെന്ന് എനിക്കറിയണ്ട. ഇനി ആര് ഡേറ്റ് ചെയ്യുന്നു ഞാൻ നോക്കിയാൽ പോരെ. അവൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ. നിൻ്റെ ഈ സൂക്കേടുണ്ടല്ലോ അത് മാറിക്കോളും. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. പക്ഷേ അവൻ എനിക്കുള്ളതാ. എന്ത് രസമാണ് കാണാൻ. സോ ക്യൂട്ട്. ഓ ഷിറ്റ്, ഞാൻ എന്തിനാ അവനെ പറ്റി ആലോചിക്കുന്നത്? പോയി കിടന്നു ഉറങ്ങടാ. നീ എന്തിനാ കുരിപ്പ് ഇങ്ങോട്ടേക്ക് വന്നേ? കാർത്തിയേട്ടാ, ഞാൻ ഏതായാലും വീട്ടിൽ വെറുതെ ഒത്തിരിക്കല്ലേ, അപ്പം പിന്നെ എവിടെ വന്നാ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാലോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ? നീ എന്നെ ഹെൽപ്പ് ചെയ്യാനോ അതോ ഇവിടുത്തെ കേക്ക് മൊത്തം തിന്നാനോ? നിങ്ങൾ എന്ത് മനുഷ്യനാണോ? ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവാർഡ് കൊടുക്കണം എന്നുള്ള മര്യാദയൊന്നുമില്ലേ? ഞാൻ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു സഹായം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യമില്ല. നീ വേഗം ഇവിടുത്തെ പോയേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ പൊക്കോളാം. അതെ കാർത്തിയേട്ടാ. എന്താ പോണില്ലേ? അത് പിന്നെ ചേട്ടൻ്റെ കാർഡൊന്ന് എനിക്ക് തരാമോ? തോന്നി
നീ ഇതിനാ അങ്ങോട്ട് വന്നേന്ന്. എന്നാ പിടിച്ചോ. പിന്നെ ദയവ് ചെയ്ത് ഇതിലത്തെ പൈസ മൊത്തം തീർക്കരുത്, സൂക്ഷിച്ച് ഉപയോഗിക്കണേ. നോക്കേട്ടാ. ജീവ, ആ ഇത് കാർത്തിയുടെ കഫയാണോ? അതേലോ, ചേട്ടൻ എന്താ വേണ്ടേ? അല്ല, ചേട്ടൻ മോഡലല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കീർത്തി, കാർത്തിയുടെ സിസ്റ്ററാ. ഓ, നൈസ് ടു മീറ്റ് യു കീർത്തി. എന്നാ ശരി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. ഏട്ടാ, ഓവർ ലേറ്റ് ആവാൻ നിൽക്കണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വേഗം വീട്ടിലേക്ക് വന്നോണം. ആ ശരി ശരി, നീ നോക്കിപ്പോ. ജീവ, തനിക്കെന്താ കഴിക്കാൻ വേണ്ടേ? തന്നെ കിട്ടുമോ? ഒരു കോഫി മതി. താൻ ഇന്ന് ഫ്രീ ആണോടോ? ഇപ്പം നല്ല തിരക്കുള്ള സമയമല്ലേ, 5:30 ശേഷം ഞാൻ ഫ്രീയാ. എന്താ, ഞാനാണെങ്കിൽ വെറുതെ ഇരിക്കുക, ഫുൾ ഫ്രീ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്കൊന്ന് ഡേറ്റിന് പോയാലോ? സോറി, ഔട്ടിങ്ങിന് പോയാലോ? ശരി. എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അധികം എല്ലാവരും വിഷമം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഇങ്ങോട്ട് തന്നെയാണല്ലോ ഓടി വരാറ്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഐ ലവ് ദിസ്. ജീവ, തൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും പപ്പയും മമ്മിയും പിന്നെ എൻ്റെ സ്വീറ്റ് ലിറ്റിൽ ബ്രദർ. 2 വയസ്സേ ഉള്ളൂ. ഓ, ഇത്ര ചെറിയ അനയനുണ്ടോ? എല്ലാവരെയും പേടിപ്പിച്ചിട്ടാവണ്ടായ. കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നല്ല ഏജ് ഗ്യാപ്പില്ലേ, അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവനെ കിട്ടി. ഹീസ് മൈ സ്വീറ്റ് ലിറ്റിൽ ഏഞ്ചൽ. എന്താണ് എൻ്റെ പേര്? വൈദം. നൈസ് നെയിം. അല്ല കാർത്തി, താൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താ? മനസ്സിലായില്ല. താൻ സിംഗിളാണോ അതോ കമ്മിറ്റഡ് ആണോ എന്ന്? സിംഗിളാ. സോ ഐ ഹാവ് എ ചാൻസ്. ജീവ, താനൊരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ്. ജീവ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ എല്ലാവരെയും ഫ്ലേർട്ട് ചെയ്ത്? നോ, നെവർ. എനിക്കിഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമേ ഞാൻ ഫ്ലേർട്ട് ചെയ്യാറുള്ളൂ. കാർത്തി, ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഐസ്. എനിക്ക് ജീവ, ടൈം ഒരുപാടാവുന്നു. നമുക്ക് ക്ലബ്ബിൽ പോയാലോ? ആ, കമാൻ. കാർത്തി, കാർത്തി ഇങ്ങോട്ടൊന്ന് നോക്ക്. പറ ജീവ, എനിക്കൊന്ന് സംസാരിക്കണം. പറഞ്ഞോ. ഇവിടെ നിന്നല്ല, അങ്ങോട്ടേക്ക് വാ. കാർത്തി, കാർത്തി മതി, നിർത്ത്. ഇത് തന്നെ ഒരുപാടായി. നീ ഒന്നിങ്ങ് വന്നേ. എന്താ ജീവ നിനക്ക്? കാർത്തി നോക്ക്. കാർത്തി, കാർത്തി, എനിക്ക് തന്നെ ഇഷ്ടമാ. മാലയല്ലവാ, നല്ല നേരമല്ലവാ, ഇന്നും വാനം பார்த்த ഭൂമി പോലെ വാഴരാകുമാ. പാട്ട് പാടവാ, பார்த்து பேசவா, பாடம் சொல்லவா, பறந்து செல்லவா, பாலிலாவை போல வந்த பாவையல்லவா, நானும் பாதை தேடி ஓடி வந்த காளை அல்லவா. பாட்டு பாடவா, பார்த்து பேசவா, പാഠം சொல்லவா, പരந்து செல்லவா. നമ്മൾ ആരെങ്കിലും കണ്ടോ? കാർത്തി, എന്താ കാർത്തി നിനക്ക്? നീ എന്തിനെ കരയുന്നേ? ഓ ഷിറ്റ്, ഐ ഹേറ്റ് ദിസ്. നോക്കൂ ജീവ, whatever happened between us, just leave it, okay? Karthi, what do you mean? I tried my best. എന്ത് മറക്കാനാണ് ഞാൻ ഈ കാലം അത്രയും കഷ്ടപ്പെട്ടത്? അതൊരൊറ്റ മൊമെൻറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവ, ഞാൻ തന്നെ കിസ് ചെയ്തപ്പോൾ
ഇപ്പം നിനക്കറിയാം എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എങ്ങനെയാണെന്ന്. എനിക്ക് ആ ഒരു ഐഡൻറ്റിറ്റി ജീവിക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. എന്ന് തൊട്ട് എനിക്ക് മനസ്സിലായോ ഞാൻ ഡിഫറെൻ്റ് ആണെന്ന്? അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കുക, ഞാൻ അഭിനയിക്കുക. അതെല്ലാം മറയ്ക്കാൻ വേണ്ടിയാ കാണുന്ന ഗേൾസിനെല്ലാം ഡേറ്റ് ചെയ്തത്, ഒരു പ്ലേ ബോയ് ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ജീവ, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? നമ്മൾ ആരെങ്കിലും കണ്ടോ? നമ്മളാരും കണ്ടില്ല എന്ന് ഉറപ്പല്ലേ? ഏയ്, അവിടെ ആരില്ലായിരുന്നു. നീ ഒന്ന് റിലാക്സ് ആവുക. ഐ എം സോറി ജീവ, ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം. നീ എത്ര കാലം ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടും? ഒളിച്ചു വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ഓരോ മൊമെൻറ്റിലും നീ സഫർ ചെയ്യില്ലേ കാർത്തി? നിന്റെ ഐഡൻറ്റിറ്റിയിൽ നീ എന്തിനാ ഈ നാണക്കേട് വിചാരിക്കുന്നേ? ജസ്റ്റ് ബി പ്രൗഡ് ഹൂ യു ആർ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഹാപ്പി അല്ലായിരിക്കാം, ബട്ട് എൻ്റെ ഫാമിലിയാണ്. ഞാനിതൊക്കെ പുറത്ത് പറഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് എനിത്തിങ്. യു ആർ ലൂസിങ് യുവർ സെൽഫ്. നമുക്കൊക്കെ ആകെ ഒരു ലൈഫേ ഉള്ളൂ. എന്തിനാ ഈ സത്ത് ജീവിക്കുന്നത്? നിന്റെ പേടിയൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്തിനാ വെറുതെ? കാർത്തി, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. നിന്റെ കണ്ണും ഞാനത് കണ്ടിട്ടുണ്ട്. നിന്റെ ഓരോ പ്രസൻസിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് ഫോർ വൺസ് നിനക്ക് നീ ആയിക്കൂടെ കാർത്തി? ഏയ്, നല്ലോണം ചിന്തിച്ചിട്ട് ഒരു മറുപടി തന്നാൽ മതി. താൻ ഇത്രയും കാലം എന്താണോ എല്ലാവരിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചത്, അതൊരാളുടെ മുന്നിൽ അഴിഞ്ഞു വീണപ്പോൾ എങ്ങനെ പ്രതികരിക്കണം, എന്ത് ചെയ്യണമെന്ന് കാർത്തിക്കറിയില്ലായിരുന്നു. കാർത്തി, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. നിന്റെ കണ്ണും ഞാനത് കണ്ടിട്ടുണ്ട്. നിന്റെ ഓരോ പ്രസൻസിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് ഫോർ വൺസ് നിനക്ക് നീ ആയിക്കൂടെ കാർത്തി? നിനക്ക് വയ്യ കാർത്തി? എന്താ നീ ഫുഡൊന്നും കഴിക്കാത്ത? കാർത്തി, ഇവനെന്തോന്നും മിണ്ടാത്ത? ഞാൻ നല്ലോണം ആലോചിച്ചു. ഐ വാണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. കാർത്തി, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മൂന്നാമതൊരാൾ അറിയണ്ട. ഇതൊരു പ്രൈവറ്റ് സീക്രട്ട് വാട്ടവ അങ്ങനെ ആയിരിക്കണം. വേറൊന്നും നീ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതിനൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെയാണ്. ഞാൻ നിന്നെ മാറ്റിയെടുക്കും കാർത്തി. എനിക്ക് ഉറപ്പുണ്ട്. ടൈം വിൽ ഹീൽ യു. നിന്റെ ഐഡൻറ്റിറ്റി നീ എല്ലാവരുടെ മുന്നിലും തുറന്നു പറയുന്നൊരു കാലം വരും. ഐ എം ഷുവർ. பாடம் சொல்லவா பறந்து செல்லவா பால் நிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா பாட்டு பாடவா பார்த்து பேசவா பாடம் சொல்லவா பறந்து செல்லவா. നിന്നെയൊക്കെ ഉണ്ടല്ലോ, നീ പറഞ്ഞപ്പോൾ കരുതി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരിക്കുന്നത്. എന്തിനു കൊള്ളാം, പൈസ പോയത് മിച്ചം. എടാ, ഞാനറിഞ്ഞോ ഇതിങ്ങനെയൊക്കെ ആവുന്നത്. ഇതാ പറയുന്നത്, ഇൻസ്റ്റയിൽ ഓരോ റീലും കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകരുതെന്ന്. ഒരബദ്ധം എല്ലാവർക്കും പറ്റാമല്ലോ. നിനക്ക് മാത്രം പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറ്റാറ്. വേണ്ട, നീ നിർത്തിക്കോ. എടാ, ഒരു മിനിറ്റ്. എന്താടാ? ഒന്നല്ല, വാ പോ. പിന്നെന്താ? വേറൊന്നുമില്ല. നീ പുറത്തല്ല പോയായിരുന്നോ? ഇല്ലടാ, ഇന്ന് കഫേ തന്നെയായിരുന്നു. എന്തേ? ഒന്നുമില്ല. നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? നാളെ നല്ല തിരക്കാം. കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ നിനക്ക് മെസ്സേജ് ഇടാം. നല്ല ക്ഷീണം, ഒന്ന് പോയി കിടക്കണം. ആടാ, ഓക്കെ. ഗുഡ് നൈറ്റ്. ലവ് യു. ഗുഡ് നൈറ്റ്. ലവ് യു ടു. അവനെന്താ അങ്ങനെ പറഞ്ഞേ? ഇനി മറന്നു പോയിക്കാണോ? അയ്യോ, നാളത്തെ ഷൂട്ടിന് അവനുണ്ടാവുമെന്ന് ചോദിക്കാൻ വിട്ടു. ബിസിയാണല്ലോ. വയ്യ, കിടക്കാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ആരെയും ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവസങ്ങൾ പോകെ പോകെ പലയിടത്ത് വെച്ചായി കാർത്തിയുടെ കൂടെ ജീവ ആ പെൺകുട്ടിയെ കാണാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ പോലും ജീവ കാർത്തിയുടെ അടുത്ത് അത് ആരാണെന്ന് ചോദിച്ചിട്ടില്ല.
കാർത്തി ഇനി എന്ത് പറയുന്നു അന്ന് താൻ അറിഞ്ഞാൽ മതി എന്നായിരുന്നു ജീവയ്ക്ക്. അയ്യോ മതിയായി. ഇനി കഴിച്ചാ എൻ്റെ വയറ് പൊട്ടും. മതിയെങ്കിൽ നിർത്തിക്കോ. നിന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. എനർജി ബൂസ്റ്റൊക്കെ ഞാൻ സെൻഡാക്കി തരാം. നീ ഇന്ന് എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്? അത് കാർത്തി, ഓ മാൻ, എത്ര കാലമായി കണ്ടിട്ട്. ജെയ്ഡൻ, നീ ഇതെപ്പോൾ ലാൻഡ് ചെയ്തു? ഇന്നലെ വന്നതേ ഉള്ളൂ. ഞാൻ നിൻ്റെ കഫേ പോയായിരുന്നു. അപ്പം നീ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. വേറെ കുറച്ച് ആവശ്യത്തിന് പുറത്തു പോയതാ. ആടാ. അല്ല, ജെന്നിഫർ എന്ത് പറയുന്നു? മാരേജ് ഉടനെ ഉണ്ടാവോ? ജെയ്ഡാ, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് തന്നെ ഇപ്പോൾ കുറേ ആയി. നീ അവളെയും തേച്ചോ? ഇതാരാ എനിക്ക് പരിചയമില്ലാത്തൊരു മുഖം? ഇതോ? ഇത് ജീവ, പപ്പയുടെ കമ്പനിയിലെ മോഡലാ. ആ വഴിയുള്ള കമ്പനിയാ. ഓ ഹലോ ജീവ, നമുക്ക് വഴിയെ പരിചയപ്പെടാം. എടാ, നീ ക്ലബിലോട്ട് പോര്, ഞാൻ അവിടെ ഉണ്ടാവും. ആടാ, വരാം. എൻ്റെ കോളേജ് മേറ്റാ ജെയ്ഡൻ. നേരത്തെ ചോദിച്ച് ഞാൻ തിരിച്ചെടുക്കുക. നൗ യു ഹാവ് പ്ലാൻസ് നൈറ്റ്. എൻജോയ്. ഞാൻ നിൻ്റെ അപ്പയുടെ കമ്പനിയിലെ ജസ്റ്റ് ഒരു മോഡൽ. നൈസ്. ബെസ്റ്റ് വേ ടു ഇൻട്രൊഡ്യൂസ് യുവർ ബോയ് ഫ്രണ്ട്. സോറി, സീക്രട്ട് ബോയ് ഫ്രണ്ട്, റൈറ്റ്? ജീവ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ബൈ കാർത്തി. എന്തിനാ കൂടെ വന്നേ? പോവായിരുന്നില്ലേ? ജീവ, 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 ഐ നോ മൈ നെയിം. നീ പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. എന്താ നിൻ്റെ പ്രോബ്ലം? നീ മാറും. എനിക്ക് നിന്നെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് തുറന്നു പറയാൻ നിനക്ക് നാണക്കേട്. ഒന്ന് ഹഗ് ചെയ്യണമെങ്കിലോ കിസ് ചെയ്യണമെങ്കിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഐ വാണ്ട് ടു ഹോൾഡ് യു ഹാൻഡ്സ്, എല്ലാവരുടെ മുന്നിൽ വെച്ച്. നീ എന്റെയാണെന്ന് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയണം. എല്ലാം നിന്നോട് പറഞ്ഞിട്ട് തന്നെയല്ലേ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ആണ്, എല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് മടുത്തു. എനിക്ക് മടുത്ത് ഈ ഒളിച്ചുകളി. ഇനി ഒരു ഷാഡോ ആയി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവ, ലുക്ക്, ഇത് പ്രാക്ടിക്കൽ അല്ല നമ്മുടെ കാര്യം പബ്ലിക് ആക്കുന്നത്. ശരിയാ, നമ്മുടെ കാര്യം പുറത്തു പറഞ്ഞാൽ നിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാവരും ചോദ്യം ചെയ്യുമല്ലോ. അതാ നിൻ്റെ പേടി. പേടിച്ച് പേടിച്ച് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? സ്വന്തം ഐഡൻറ്റിറ്റി പോലും തുറന്നു പറയാൻ സാധിക്കാത്ത ഒരാളാണല്ലോ ഞാൻ സ്നേഹിച്ചത്. ജീവ, സ്റ്റോപ്പ് ഇറ്റ്. കാർത്തി, നിൻ്റെ വീട്ടിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. അവർക്ക് എന്നെ മനസ്സിലാവും. അവരെന്ത് വിചാരിക്കുന്ന കരുതി നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ഇതിങ്ങനെ പോയാ എങ്ങനെ മുന്നോട്ട് പോവും? നീ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ കരുതിയേ. ഇല്ല ജീവ, എനിക്ക് തെറ്റി. ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട. ഐ നീഡ് സ്പേസ്. കാർത്തി, എനിക്ക് കുറച്ച് സമയം വേണം. ജീവ, ഞാനിപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. കാർത്തി, ഞാനിപ്പോൾ പപ്പയുടെ മമ്മയുടെ അടുത്താ. ഞാൻ ഉടനെ വരാം. മിസ് യു. മിസ് യു ടു. മോനെ, നീ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. അവളെ ഇറക്കിയിട്. അങ്കിൾ, അവളിപ്പോൾ എൻ്റെ ഭാര്യ. നിങ്ങൾക്കുള്ളതിനെക്കാട്ടും അവകാശം അവളിലിപ്പോൾ എനിക്കാ. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടേ, അങ്കിൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ആ, അത് നന്നായി. എന്ത് നോക്കി നിൽക്കുവാടി? വാ. നിന്നോടല്ലേ വരാൻ പറഞ്ഞേ? பாட்டு பாடவா, பார்த்து பேசவா, பாடம் சொல்லவா, பறந்து செல்லவா, பால் நிலாவை போல வந்த பாவை அல்லவா, ജീവ, நானும் பாதை தேடி ஓடி வந்த காளை அல்லவா. ജീവ, അവിടെ നിൽക്ക് ജീവ. ഇതായിരുന്നല്ലേ എല്ലാം ശരിയാക്കിയെന്ന് നീ പറഞ്ഞേ? നന്നായി. ഹാപ്പി മാരീഡ് ലൈഫ്. ഐ ലവ്. ജീവ, ഞാൻ നല്ല ഭംഗിയുള്ള വെച്ചാ.
അവളെ ഒരുപാട് തവണ ഞാൻ നിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. നീ ആരാന്ന് പറയുമ്പോൾ പറയട്ടെ എന്ന് കരുതി. ഇപ്പം അറിഞ്ഞു. സന്തോഷമായി. ഒരു കള്ളം മറിക്കാൻ വേറൊരു പാകപ്പെട്ട കള്ളം തന്നെ നീ കണ്ടെത്തിയല്ലോ. എനിക്ക് സന്തോഷമായി. ശപിക്കില്ല ഒരിക്കലും. ഒന്നില്ലെങ്കിലും നീ എൻ്റെ പ്രാണനല്ലേടാ. ജീവ നാണയില്ലല്ലോ. വരും. എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒന്ന് കേക്ക്. കൊച്ചേട്ടാ, തുമ്പി, ഞാൻ എന്താണ് ഇനി ചെയ്യാ? എല്ലാം ശരിയാവും. നമുക്ക് ശരിയാക്കാം. ഇങ്ങനെ കരയല്ലേ. നിനക്കെന്താ പ്രാന്തായോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ക്രോസ് ചെയ്തതാ വരും. ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ഞാൻ ചെയ്ത അതെന്നെക്കാളും കൂടുതൽ ബാധിക്കാൻ പോലെ അവനെയാ. അവനത് താങ്ങാൻ കഴിയില്ല. അവനെ കൊണ്ട് പറ്റില്ല. എന്താടാ നീ എന്നെ കൊണ്ടെല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നെ കൊണ്ട് വെറുതെയാണീ ചുവരുകൾ, വെറുതെയാണീ നിഴൽമറ, എന്തിനാണീ പരിഭവം? സൂര്യവിരലേ മഞ്ഞുപരലിൽ തഴുകുമ്പോഴൊരുകില്ലേ നിലവിൽ, നീലാംബരുണരില്ലേ മുകിലിൽ, മയിൽമേലെയാടില്ലേ കുയിലും വിളികേട്ടു പോളില്ലേ. ഇത്രമേലാർദ്രമോ, ഇത്രമേൽ സാന്ദ്രമോ, ഇനി എത്ര രാവിങ്ങനെ, ഇനി എത്ര നാളിങ്ങനെ. ഒരു നൂറാശകൾ വിഴികളിൽ മൊഴികളിൽ പൂത്തു. മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തു. എന്നാൽ നിങ്ങൾക്ക് ആദ്യം അവനോട് ഇതൊക്കെ പറയായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എടാ, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനെയെങ്കിലും ജീവനെ കാണാനുള്ള ഒരു ഏർപ്പാടാക്കി തരണം. എനിക്കെല്ലാം തുറന്നു പറയണം. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. ഞാൻ ശ്രമിക്കാം. നീ എത്തിയോ? ഇവരെന്താ നിൻ്റെ കൂടെ? പോവാൻ പറ വരുൺ. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. ഏട്ടാ പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഞാൻ കാരണം സോറി. ഏയ് കരയില്ലേ? ഞാൻ പല്ലവി. മനസ്സിലായി കാണില്ല. തുമ്പിന്ന് പറഞ്ഞാൽ ഏട്ടനറിയായിരിക്കും. കാർത്തി എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാ. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വളർന്നതും. എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കൊരാളെ ഇഷ്ടമാണ്. സാഗർ എന്ന പേര്. കൊച്ചേട്ടൻ്റെ ഫ്രണ്ടാ. ഞങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അവസാനം സമ്മതിച്ചു. സാഗരേട്ടനെ അവർ ദുബായിലേക്ക് അയച്ചു. സാഗരേട്ടൻ പോയി കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീട്ടുകാരെന്നെ സഹിച്ചതാ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. വേറെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കൊച്ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ. സാഗര ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു തന്നെ. അതാവുമ്പോൾ അച്ഛൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളെ പിരിക്കണമെന്ന് കരുതി ചെയ്തതല്ല, നിവർത്തികേട് കൊണ്ട് പറ്റിപ്പോയതാ. കരയണ്ട. ഞാനന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഇവന് പറയാനുള്ളത് പോലും ഞാൻ കേട്ടില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. തുമ്പി, എനിക്ക് ചെയ്യോട് കുറച്ച് സംസാരിക്കണം. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. എല്ലാം ശരിയാക്കിയെന്ന് പറഞ്ഞാൽ സത്യവാ. നമ്മുടെ കാര്യം, എൻ്റെ കാര്യം എല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞു.
നീ എന്താടാ പറഞ്ഞേ? കേശവേട്ടാ, നിങ്ങൾ കേട്ടോ അവൻ പറഞ്ഞേ? നിനക്കെന്താ കാർത്തി, വട്ടാണോ? അമ്മേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. മിണ്ടരുത് നീ. കേശവേട്ടാ, ഇവനും കൂട്ടി ഇപ്പം തന്നെ ഡോക്ടറെ അടുത്തേക്ക് പൊക്കോ. എൻ്റെ കുട്ടി നല്ലോണം ചെയ്യിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഓരോ കൂടോത്രം ചെയ്തതാ. മിക്കവാറും ആ പയ്യൻ തന്നെ ആയിരിക്കും. എന്ത് സൂത്രമാണോ അവൻ ചെയ്തത്? അമ്മേ, എനിക്ക് അസുഖമൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാ. അതെനിക്ക് മാറ്റാനും പറ്റൂല. ഇത്രയും കാലം നിനക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് വന്നു? നിന്റെ കല്യാണം ഉടനെ നടത്തണം. അപ്പം എല്ലാം റെഡി ആയിക്കോളും. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാ. നിങ്ങളോട് പറയാനുള്ള പേടി കൊണ്ട് മറച്ചു വെച്ചതാ. മരുന്ന് കുടിച്ചാലോ കല്യാണം കഴിച്ചാലോ മാറുന്ന ഒന്നല്ല ഇത്. അമ്മയ്ക്ക് അച്ഛനോടുള്ളതുപോലെ എനിക്ക് അവനോടാ ഇഷ്ടം. അവനെ കാണുന്നോണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നം വരുന്നേ. നീ ഇനി പുറത്തിറങ്ങണ്ട, നീ ഇവിടെ തന്നെ ഇരി. അവൻ്റെ കഫേ അതാദ്യം പൂട്ടണം. ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞ ഈശ്വര, ഇങ്ങനൊരു വിധി എനിക്ക് തന്നെ വന്നല്ലോ. എന്ത് പാപം ചെയ്തിട്ടാണോ എന്തോ ഇവൻ എൻ്റെ വയറ്റിൽ തന്നെ. സുമിത്രേ, ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതിരുന്നു. നീ എന്താന്ന് വെച്ചാൽ പറയട്ടെ എന്ന് കരുതിയിട്ട്. കേൾക്കുന്നതിനും ഒരു പരിധിയുണ്ട്. എന്തറിഞ്ഞിട്ടാ നീ ഓരോന്ന് വിളിച്ചു പറയുന്നേ? നീ അവൻ്റെ അമ്മയല്ലേ? നീ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആര് മനസ്സിലാക്കും അവനെ? കേശവേട്ടാ, നിങ്ങൾ ഇവൻ്റെ താത്തിന് തുള്ളുവാണോ? ഇതൊക്കെ പുറത്തറിഞ്ഞ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവൻ ഇങ്ങനെ ആയത് അവൻ്റെ തെറ്റല്ല. അതുപോലെ അവൻ്റെ ഈ ഐഡൻറ്റിറ്റി അത്ര മോശപ്പെട്ട കാര്യമല്ല. അവൻ നമ്മുടെ മകനാ. അവൻ എങ്ങനെയായാലും നമ്മുടേതാ. അതിനുശേഷം നല്ല പ്രശ്നമായിരുന്നു. കുറേ ദിവസത്തോളം അമ്മേനോടൊന്നും മിണ്ടിയില്ല. അമ്മയ്ക്കെല്ലാം മനസ്സിലായി തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. പെട്ടെന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞാൽ അത്ര ഉൾക്കൊള്ളുന്ന ടൈപ്പല്ല അമ്മ. അപ്പയ്ക്ക് ആദ്യം അറിയായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം അമ്മയ്ക്കൊരു കുഴപ്പമില്ല. നിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദനിച്ചല്ലേ? നിൻ്റെ അത്രയും ഇല്ലടാ. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. കളിയും ചിരിയും അടിയും പിണക്കവും സന്തോഷവും സങ്കടവും സൗഹൃദവും പ്രണയമിട ചേർന്ന ഒരു വർഷം. സുമിത്രാൻ്റെ ഈ ജീവ ഫുള്ള് തള്ള. എന്തൊക്കെ കള്ള വിളിച്ചു അറിയുന്നേ? എൻ്റെ കൊച്ചിനെ പറ്റി അപവാദം പറയുന്നു. അവൻ പറയുന്നതൊക്കെ സത്യമാ. അതൊക്കെ വിശ്വസിക്കാം, നീ സുന്ദരിയാണെന്ന് പറഞ്ഞതൊഴികെ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കേശവേട്ടാ നിങ്ങൾക്ക്. എല്ലാവരുടെയും ശ്രദ്ധിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? തുമ്പി, 2 ദിവസം കഴിയുമ്പോൾ സാഗർ എത്തും. അവൻ വരുന്ന അന്ന് തന്നെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടുന്നത്. നേരത്തെ റെഡി ആയിക്കോ. കൂട്ടിൽ പോയി ഒക്കെ സെറ്റാക്കിയിട്ട് നീ നേരെ അവൻ്റെ വീട്ടിലേക്ക് വിട്ടോ. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മാരേജ്. അതെന്തിനാടാ അന്ന് തന്നെ ഇവിടെ അവൻ്റെ വീട്ടിലേക്ക് വിടുന്നേ? വേറൊന്നുമില്ലമ്മ, സാഗറിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവൾ അന്ന് തന്നെ അങ്ങോട്ടേക്ക് ആക്കാൻ. കണ്ടില്ലേ അവളുടെ ഒരു നാണം. പൊടി. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, ഞാനിവളെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുക, കരയ്ക്കരുത്. എന്നാ ശരി, ഇനി കല്യാണത്തിന് അന്ന് കാണാം. பக்கமாக வந்த பின்னும் வெட்கமாகுமா? இங்கே பார்வையோடு பார்வை சேர தூது வேண்டுமா? மாலை அல்லவா, நல்ல நேரம் அல்லவா? இன்னும் வானம் பார்த்த பூமி போல வாழலாகுமா? മോളെ അവനെ എനിക്ക് വേണ്ട. എന്താ ഉണ്ടായി തുമ്പി? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഫ്രണ്ട്സിൻ്റെ കൂടെ. കഴിച്ചിട്ടുണ്ടല്ലേ? പല്ലവി, എങ്ങനെ ഉണ്ടായിരുന്നു എന്ത്? കാർത്തികിൻ്റെ കൂടെയുള്ള ജീവിതം? അതോ, ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു.
അങ്ങനെയാണെങ്കിൽ നിനക്ക് അവൻ്റെ കൂടെ തന്നെ നിന്നൂടായിരുന്നോ? അവർ പറഞ്ഞത് ശരിയാ. ഓർത്ത് ഉപയോഗിച്ച് വേസ്റ്റാ ഞാനെടുത്ത് തലയിൽ വെച്ച്. നിന്റെ വാക്കുകൾ അതിരുവിടുന്നുണ്ട് സാഗർ. എടാ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ പറഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യൂ നീ? ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞേ. വേറെ എന്തൊക്കെ ചെയ്യായിരുന്നോ? ഇങ്ങനെ പോയാ നിന്നോട് ഞാൻ വേറൊരുത്തിൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ നീ അതും ചെയ്യല്ലോ. എടി, അവൻ്റെ കൂടെ കിടന്നെന്ന് വെച്ച് നീ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. അവനെ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? എടി, അമ്മ. പല്ലവി, നീ നാളെ തന്നെ തിരിച്ചു വെക്കോ. അവരുടെ കൂടെ നീ ജീവിക്കണ്ട. മാനത്തിന് വില പറയുന്ന ഒരുത്തിൻ്റെ താലി നിന്റെ കഴുത്തിൽ വീഴണ്ട. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ തോറ്റുപോയി. അവനെന്നെ വിശ്വാസമില്ല. വേദനിക്കുന്നുണ്ട്. തൻ്റെ ജീവിതം തൻ്റേത് മാത്രമാണ്. അതൊരിക്കലും മറ്റൊരാളുടെ കയ്യിലെ പാവയാവരുത്. ആരുടെ മുന്നിലും അത് അടിയറും വെക്കരുത്. ജീവയും കാർത്തിയും ആരെയും പേടിക്കാതെ തന്നെ കൈകോർത്ത് പിടിച്ചു നടക്കുന്നു. ക്ഷമ പറഞ്ഞ് സാഗർ വീണ്ടും വന്നെങ്കിലും അവനെ സ്വീകരിക്കാൻ പല്ലവിക്ക് കഴിയുമായിരുന്നില്ല. പല്ലവി തന്നെ സ്നേഹിക്കുന്ന, തന്നെ ബഹുമാനിക്കുന്ന ഒരാളെ തന്നെ കണ്ടെത്തി. അവളുടെ പേരിൻ്റെ കൂടെ അവൻ്റെ പേര് കൂട്ടിച്ചേർത്തു. പല്ലവി വരുൺ. വെറുതെയാണീ ചുവരുകൾ